ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികളാണ് ഉറക്കമടച്ച് ഇരുന്ന് പഠിച്ച് PSCയിൽ ഒരു ജോലിക്കായി കാത്തിരിക്കുന്നത്. PSC വളരെ നിയമപരമായും അതുപോലെ തന്നെ നീതിപരമായിട്ടുമായിരിക്കും ഈ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ PSC ഈ നിയമനത്തിലും വലിയ തട്ടിപ്പ് നടക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് കേരളം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് PSC ചെയർമാൻ അയാൾക്ക് തോന്നുന്ന കണക്ക് നിയമനം നടത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷ അല്ലെങ്കിൽ നിയമനം, PRDയിലേക്ക് നടന്ന നിയമനം, അതോടൊപ്പം തന്നെ കുഫോസിലേക്ക് നടന്ന നിയമനം, ഈ നിയമനങ്ങളൊക്കെയാണ് ഇപ്പോൾ വലിയ തട്ടിപ്പ് ഇതിനുള്ളിൽ നടന്നു എന്ന രീതിയിൽ വിവാദമായി കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചീഫ് നിയമനത്തിലേക്ക് പരീക്ഷ എഴുതിയ 228 വിദ്യാർത്ഥികളുടെ 58 മാർക്കോളം വരുന്ന 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു. ഇവ മൂല്യനിർണ്ണയം നടത്താതെയാണ് ഇത്തരത്തിൽ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതും നിയമനം നടത്തിയിരിക്കുന്നതും. ഇത് സ്വന്തക്കാർക്ക് കൃത്യമായ രീതിയിൽ റാങ്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചില തിരിമറികൾ നടത്തിയത് എന്നാണ് ആരോപണം. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ ചിലർ വിവരാവകാശ നിയമപ്രകാരം ഈ ഉത്തരക്കടലാസ് വാങ്ങി പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള മൂല്യനിർണ്ണയത്തിലെ തട്ടിപ്പ് പുറത്തു വരുന്നത്. മൂല്യനിർണ്ണയത്തിൽ തട്ടിപ്പ് നടത്തി സ്വന്തം ഇഷ്ടക്കാർക്ക് റാങ്ക് മേടിച്ചു കൊടുത്ത് അവരെ നിയമിക്കുക എന്നുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നത് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല 70% വരെ മാർക്ക് അഭിമുഖങ്ങളിൽ നൽകിയിട്ടുള്ള നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി ഉത്തരവിന് എതിരാണത്. മൊത്തം മാർക്കിൻ്റെ 70% ഒരിക്കലും അഭിമുഖ പരീക്ഷയ്ക്ക് നൽകാൻ പാടില്ല. എന്നാൽ 70% വരെ മാർക്ക് നൽകി ചില സ്വന്തക്കാർക്ക് ഇത്തരത്തിൽ നിയമനം നൽകിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നു. മാത്രമല്ല ചില PRDയിൽ നടത്തിയ നിയമനങ്ങളിൽ ചിലരുടെ യോഗ്യതയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തിരിമറികളെല്ലാം അന്വേഷിക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട്, വിജിലൻസിൻ്റെ അന്വേഷണമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ആഭ്യന്തര അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യമെന്തെന്നാൽ 2023 റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരുടെ ഉത്തരക്കടലാസുകൾ മുഴുവൻ നശിപ്പിക്കാനുള്ള ശ്രമവും ഈ അന്വേഷണത്തിന് തൊട്ട് മുമ്പ് PSC നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വമ്പൻ തട്ടിപ്പ് നടത്തുന്നു, സ്വന്തക്കാരെ തിരികെ കയറ്റിയിരിക്കുന്നു. മാത്രമല്ല അന്വേഷണം വന്നപ്പോൾ അതിലെ തെളിവുകൾ നശിപ്പിച്ച് കളയാനുള്ള ശ്രമവും നടത്തിയിരിക്കുന്നു. ഭരണഘടനാ സ്ഥാപനമാണ് PSC. അതുകൊണ്ട് തന്നെ PSC ചെയർമാനെ സർക്കാരിന് പുറത്താക്കാൻ കഴിയില്ല. ഈ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് PSC ചെയർമാൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ചില ആളുകൾ കാട്ടിക്കൂട്ടിയ വൻ തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് PSC ചെയർമാൻ്റെ തലയിൽ മാത്രം ഇട്ടുകൊടുക്കാൻ കഴിയാത്തതാണ്. കാരണം അന്ന് ഭരിച്ചിരുന്നത് പിണറായി വിജയനാണ്. CPMൻ്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭയാണ് കേരളം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലെ ചില ആളുകളുടെ അല്ലെങ്കിൽ പാർട്ടിയിലെ ചില ആളുകളുടെ താല്പര്യപ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട ചില ആളുകളെ വളരെ പ്രധാനപ്പെട്ട നിയമനങ്ങളിൽ തിരികെ കയറ്റാനായി ശ്രമം നടന്നു എന്നുള്ളതാണ്. ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലൊക്കെ ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്ന തസ്തികയാണ്. അത്തരം തസ്തികകളിലേക്ക് കോടികൾ വാങ്ങി പാർട്ടി നിയമനം നടത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിയമനമാണ് PSC ചെയർമാനെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. അതാണ് ഈ പറയുന്ന മൂല്യനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇത്തരം വലിയ തട്ടിപ്പുകളൊക്കെ നടക്കുമ്പോൾ സത്യത്തിൽ DYFI ആണ് വലിയ സമരവുമായി രംഗത്ത് വരാറുള്ളത്. ചോരത്തിളപ്പുള്ള DYFI സഖാക്കൾ PSC ചെയർമാനെ വഴിയിൽ തടയുക, PSC ഓഫീസ് ഉപരോധിക്കുക, റോഡിൽ കിടന്ന് അക്രമം കാട്ടുക, പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുക, ഇത്തരം കലാപരിപാടികളൊക്കെ നമ്മൾ കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്നും PSC ഓഫീസിൽ സമരം നടത്തുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. കഴിഞ്ഞ 10 വർഷം DYFIക്ക് സമരം ചെയ്യേണ്ടി വന്നിരുന്നില്ല. കാരണം അവരുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്. ആ പാർട്ടി ഭരിക്കുമ്പോൾ എന്ത് തോന്നിയാസം കാണിച്ചാലും പാർട്ടിക്ക് എതിരെ സമരം ചെയ്യാൻ DYFIക്ക് കഴിയില്ല. കാരണം പാർട്ടിയിലെ ഏവാന്മാർ DYFIയിലെ കുട്ടി സഖാക്കളെ വല്ലാതെ ഉപദ്രവിച്ചു കളയും. അതുകൊണ്ട് അതിനെതിരെ സമരം ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ പാർട്ടി പ്രതിപക്ഷത്താണ്, DYFIയും പ്രതിപക്ഷത്താണ്, UDF സർക്കാരാണ് ഭരിക്കുന്നത്, VD സതീശനാണ് മുഖ്യമന്ത്രി. എന്നിട്ടും എന്തുകൊണ്ടാണ് DYFI സമരം ചെയ്യാത്തത് എന്നതിൻ്റെ ഉത്തരമാണ് നേരത്തെ പറഞ്ഞത്. കാരണം ഇതെല്ലാം ചെയ്യിച്ചിരിക്കുന്നത് പാർട്ടിയാണ്. ഈ അനധികൃത നിയമനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് എന്നതാണ് DYFIയുടെ ന്യായീകരണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ PSC നിയമന തട്ടിപ്പിനെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലാണ് DYFI.
അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവ് എന്നറിയപ്പെടുന്ന എ റഹീം കേരളത്തിലെങ്ങുമില്ല. പകരം അദ്ദേഹം സമരം ചെയ്യാൻ പോയിരിക്കുന്നത് അങ്ങ് ജന്തർ മന്ദറിലാണ്. അവിടെ നിരാഹാരം കിടക്കുന്ന പാറ്റ പാർട്ടികളുടെ നേതാവ് ഈ വാങ്ചുക്ക്, സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര വേദിക്കരികിൽ പോയി ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം കേരളത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈഎഫ്ഐയിലെ സഖാക്കൾ, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ചില സഖാക്കൾ ഇപ്പോഴെങ്കിലും ഉണ്ടാകുമല്ലോ. പാർട്ടിക്ക് പ്രത്യയശാസ്ത്രത്തിനും തലച്ചോറ് പണയം വച്ചിട്ടില്ലാത്ത ഏതാനും ചില സഖാക്കളെങ്കിലും ഉണ്ടാകുമല്ലോ. അവരൊക്കെ ഈ എ റഹീമിനെ ചോദ്യം ചെയ്യും. സഖാവെ, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവൻ പണയം വെച്ച്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ കഠിനാധ്വാനത്തിന് വില നൽകാതെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളെ ഇങ്ങനെ ഉന്നതമായ തസ്തികകളിലേക്കൊക്കെ തിരികെ വയ്ക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ഡിവൈഎഫ്ഐയിൽ നിന്ന് തന്നെ ഉണ്ടാകും. പാവപ്പെട്ട സഖാക്കൾ അത് ചോദിക്കുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ നേതൃത്വം ഇപ്പോൾ ഒളിച്ചു കളി തുടരുകയാണ്. അല്ലയോ ഡിവൈഎഫ്ഐ നേതൃത്വമേ, എന്തുകൊണ്ടാണ് നിങ്ങൾ PSC നിയമന തട്ടിപ്പ് കേസിൽ ഒരു സമരത്തിന് പോലും തയ്യാറാകാത്തത്? PSC ചെയർമാനെ പുറത്താക്കാൻ, അല്ലെങ്കിൽ PSC ചെയർമാൻ രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ തെരുവിൽ ഇറങ്ങാത്തത്? നിങ്ങളുടെ പാർട്ടി ഭരിച്ചപ്പോൾ നടന്നു എന്നതുകൊണ്ട് തന്നെ ക്രമക്കേടല്ലാതായി മാറുന്നുണ്ടോ? ഇപ്പോഴെന്തായാലും നിങ്ങളുടെ പാർട്ടി അല്ല ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടപടി ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് സമരത്തിന് ഇറങ്ങാമല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങാത്തത്? ഗുണഭോക്താക്കൾ നിങ്ങളായതുകൊണ്ടാണോ? ഡിവൈഎഫ്ഐയിലെയും അതുപോലെ തന്നെ CPMലെയും പ്രമുഖ നേതാക്കന്മാരുടെ ഇഷ്ടക്കാരെയാണ് ഇത്തരം ക്രമക്കേടുകളിലൂടെ തിരികെ വച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഒന്നോ രണ്ടോ ക്രമക്കേടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തായതും ചർച്ച ചെയ്യപ്പെടുന്നതും. സമരത്തിനിറങ്ങിയാൽ കൂടുതൽ ക്രമക്കേടുകൾ പുറത്താകും. നമുക്കറിയാം, ഈ കോളേജിൽ കിടന്ന് അടിയുണ്ടാക്കുന്ന ക്രിമിനലുകൾക്ക് SI റാങ്ക് ലിസ്റ്റിലും അതുപോലെ തന്നെ പോലീസ് റാങ്ക് ലിസ്റ്റിലുമെല്ലാം 1, 2, 3 റാങ്കുകളൊക്കെ കിട്ടിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രമാത്രം ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്ത ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷം നടന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ക്രമക്കേടുകൾ ഓരോന്നായി ഇപ്പോൾ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും കഠിനാധ്വാനം നടത്തി പരീക്ഷയ്ക്ക് പഠിച്ച് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ശക്തമായി അപഗ്രഥിച്ച് രാത്രികൾ പകലാക്കി ഒക്കെയാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നത്. കാരണം PSC പരീക്ഷ മാത്രമാണ് കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയമെന്നത്. കാരണം ഇവിടെ സ്വകാര്യ നിക്ഷേപം വരുന്നില്ല. സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ വളരെ കുറവ്. ഉള്ള തൊഴിലവസരങ്ങളാകട്ടെ വലിയ രീതിയിൽ ശമ്പളം കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തൊഴിൽ മേഖലയെ ഒന്നാകെ താറുമാറാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പാർട്ടി തന്നെയാണ് CPM. കാരണം ഇവിടേക്ക് ഒരു വിധത്തിലുള്ള സ്വകാര്യ നിക്ഷേപത്തെയും ആകർഷിക്കാൻ CPM തയ്യാറല്ല. മാത്രമല്ല, ആ സ്വകാര്യ നിക്ഷേപത്തെ എതിർക്കുകയും അവരെ ചവിട്ടി പുറത്താക്കുകയും ഉള്ള വ്യവസായ മേഖലകളെയൊക്കെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾക്ക് ഏക ആശ്രയമായി മാറിയിരിക്കുന്നത് PSC ആണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയ സംസ്ഥാനം കേരളം എന്നൊക്കെ ഒരു കണക്കുകൾ വരുന്നത്. ആ കണക്കുകളിൽ സത്യത്തിൽ അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സ്വകാര്യ മേഖലയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കുന്നില്ല. സ്വകാര്യ മേഖലയിൽ നിക്ഷേപമോ തൊഴിലോ ഇല്ല. കേരളത്തിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കൾക്ക് പഠനം കഴിഞ്ഞാൽ വിദേശത്തേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ പോകേണ്ട സ്ഥിതിയാണുള്ളത്. ഈ കണക്കുകളെയാണ് പെരുപ്പിച്ചു കാട്ടി സ്വന്തം ഭരണ നേട്ടമായി എടുത്തു പറയുന്നത്. ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരാണത്രേ. അതുകൊണ്ട് PSC നിയമനം നടത്തുന്നുണ്ട്. PSC നിയമനത്തിൽ തന്നെയാണ് യുവാക്കളുടെ പ്രതീക്ഷ. പക്ഷേ അവർക്ക് ഈ PSCയിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം തകർത്തു കളഞ്ഞു എന്നാണ് ഈ പുറത്തു വന്ന തട്ടിപ്പുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. എന്തായാലും പുതിയ സർക്കാർ ചെയ്യേണ്ടത് കഴിഞ്ഞ 10 വർഷത്തെ PSC നിയമനങ്ങളിൽ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുക എന്നുള്ളതാണ്. ഈ 2-3 നിയമനങ്ങൾ മാത്രമല്ല, ഒട്ടനവധി നൂറുകണക്കിന്, ഒരുപക്ഷെ ആയിരക്കണക്കിന് നിയമനങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിരിക്കാം.